എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ല വിശേഷമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് വ്യൂവേഴ്സ് ആയിട്ടുണ്ട്, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ആഹ്ലാദകരമായ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു അനുഭവം. നിങ്ങൾ മത്തിച്ചാകര കണ്ടിട്ടില്ല? ആ മത്തിച്ചാകര ഞാൻ കടലിൽ ഡയറക്റ്റ്, അതായത് കരയ്ക്ക് വരുന്ന മത്തിനെ ഞാൻ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ കൊച്ചു വീഡിയോ ഈ വീഡിയോ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ജീവനോട് പിടിച്ച ആ മത്തി ഞാൻ മറ്റേ കടലത്തെ എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടായ കുറേ കാക്കാരുണ്ട് അവിടെ. അപ്പം അവരോട് ചോദിച്ചപ്പോൾ കിട്ടിയൊരു റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ പരീക്ഷിച്ചപ്പോൾ വളരെ, എനിക്കാണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ കൊതി പോയിട്ടില്ല. അപ്പം അതിൻ്റെ കൊച്ചു വീഡിയോ ഈ വീഡിയോ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ റെസിപ്പി പോയി കാണൂ. കൂട്ടുകാരെ, ഞങ്ങള് മത്തിക്കൊക്കെ ഭയങ്കര അതല്ലേ, അപ്പൊ മത്തി എൻ്റെ അടുത്ത് കൊണ്ടുകൊണ്ടിരിക്കണ്ട ഇതിന് നഷ്ടം ഇപ്പൊ മത്തിയാണ്. കടലിൽ കിട്ടണേ. ഞാൻ കടലൊന്ന് കാണാൻ വന്നേന്, അപ്പോഴാണ് ഇത് മത്തി കയറുണ്ടെന്ന് അറിയുമ്പോൾ ഞങ്ങൾ ഓടി. ആദ്യമായിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഓഫീസിൻ്റെ ഫ്രണ്ട്സ് കൂടെ ഇങ്ങനെ വല കേടായത്, ഇങ്ങനെ വല നന്നാക്കുന്നത്. അപ്പോൾ ഓഫീസിൻ്റെ ഫ്രണ്ട്സാണ്. ആദ്യമായിട്ട് കുറേ മീനൊക്കെ കിട്ടും. കുടിച്ചിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ തന്നെ ഒരു ഇഞ്ചും വെളുത്തുള്ളിയും മറ്റേ പച്ചമുളകൊക്കെ കൂടെ അങ്ങോട്ടുള്ള പച്ച കായ ഇങ്ങനെ മറ്റേ ഇതിമൊക്കെ തേച്ച് ഇങ്ങനെ പൊരിച്ച് തിന്നുള്ള പ്ലാനിലാണ്. എല്ലാം നല്ല അടിപൊളി സൈസിലുള്ള പഞ്ഞിമീനുള്ളതാണ്. കണ്ടോ, വലിയ എല്ലാം ഇതേമാതിരി പഞ്ഞിമീനുണ്ട് എല്ലാ മീനിൻ്റെ വയറ്റിലും. കണ്ടോ പഞ്ഞീന്. അപ്പോൾ എന്തായാലും മത്തി സൂപ്പറാന്ന് മനസ്സിലായി. നമ്മളെ മീൻ മുറിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല സെറ്റാക്കാണ്ട്. അപ്പോൾ അതിലേക്കുള്ള കൂട്ടൊക്കെ നമ്മൾ പൊട്ടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇതുണ്ടോ പഞ്ഞീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ഇനി നമുക്ക് തോട്ടത്തിലേക്ക് പച്ചക്കുരുമുളകൊക്കെ പൊട്ടിക്കാൻ പോവുക. അപ്പം നമ്മൾ എല്ലാ റംബൂട്ടാൻ ഇവിടെ തെഴുത്ത് ഉഷാറായി ബുഷി ട്രീ ആയി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്ന് പറയാൻ തന്നെ ഉണ്ട്. ഇത് നമ്മളന്ന് എയർ ലയറിങ് ചെയ്ത പേരക്കയ്യേ, പേരക്ക ഇതാ കുഞ്ഞ് പേരക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉഷാറ് ട്രീ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കുരുമുളക് പൊട്ടിക്കാൻ പോവാം. പച്ച കുരുമുളക് പൊട്ടിക്കണം കേട്ടോ. നമുക്ക് 3 മറ്റേ കുരുമുളകിൻ്റെ കമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്ത് നല്ല മത്തിമുളക് കണ്ട് തേച്ചെടുത്തിട്ട് നമുക്ക് തിന്നണം. അപ്പം നമ്മൾ കായികമില്ലത്തിലെ കാക്കാർ പറഞ്ഞ ഒരു റെസിപ്പിയാണ്. നമുക്ക് എന്തായാലും അവർക്ക് ഏറ്റവും ഫ്രഷ് മത്തിയൊക്കെ കിട്ടണേ. അപ്പോൾ അവർ പറഞ്ഞ പോലെ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൽ മറ്റേ കുരുമുളക്, പച്ച കുരുമുളക്
ഇതിലേക്ക് കൂടെ വെക്കാം. ഒരു മുടി വിനാഗിരി ഇട്ട് വെക്കാം. ഒരു മുടി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കൂട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടണം. പക്ഷെ ഇത് നമുക്ക് ഇവിടെ പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് അരച്ചതിന് ശേഷം ഇതിടാം. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടെടുക്കാം. പേസ്റ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ നല്ല മിക്സ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ അരക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് കൊട്ടിട്ട് നല്ലൊരു കുഴപ്പം. അതാ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളെ കണ്ണിലൊക്കെ ഇത് പച്ച കളറാണ്, ചുവപ്പ് കളറിലാണ് വരിക. പക്ഷെ ഇതല്ല പച്ചയാണ് വരിക, അതായത് നല്ല വെളുത്ത കളറിലാണ് വരിക. അപ്പൊ ഇതിലേക്ക് നമ്മൾ കായൊക്കെ ഒന്ന് കുടിക്കട്ടെ. എന്നിട്ട് അപ്പോഴേക്ക് നമുക്ക് ഫ്രൈ പാൻ കഴുകിയിട്ടുണ്ട്. നമുക്ക് മട്ടൺ ചേർക്കാം. നമുക്ക് ഫ്രൈ പാൻ ഇവിടെ ചൂടായിരുന്നുണ്ട്. ഞങ്ങൾക്ക് ഓയിൽ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും ഇനി ഞാൻ കൂടുതൽ പറയുക ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇങ്ങനെ ഫ്രഷ് മത്തി കിട്ടിക്കഴിഞ്ഞാൽ അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്യുക. കിഡിലാണ് ഇട്ട പാടിലൊരു സ്മെല്ലായിരിക്കാം. ആ സ്മെല്ല് വേറെ എവിടെയും കിട്ടൂല. അടിപൊളി സ്മെല്ലാണ്. അപ്പം എൻ്റെ കൊച്ചു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.